ഹലോ എവ്രിവൺ, നമ്മൾ ഇന്ന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അതുപോലെ നമ്മുടെ ആരോഗ്യവും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. നമുക്കിപ്പോൾ ശരീരത്തിൽ എവിടെയെങ്കിലും വേദന ഉണ്ടെന്ന് വിചാരിക്കുക, അതൊരു നീർക്കെട്ടിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഈ നീർക്കെട്ടിനെ കുറയ്ക്കാനും മറ്റൊരു ചിലവയ്ക്ക് ഇതിനെ കൂട്ടാനുള്ള കഴിവുണ്ട്. നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടിനെ അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെ കാണിക്കുന്ന ഒന്നാണ് സി റിയാക്റ്റീവ് പ്രോട്ടീൻ. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നീർക്കെട്ടുണ്ടെങ്കിൽ ഈ ഒരു സി റിയാക്റ്റീവ് പ്രോട്ടീൻ്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. എന്നാൽ ചില ഭക്ഷണങ്ങൾക്ക് ഈ സി റിയാക്റ്റീവ് പ്രോട്ടീൻ്റെ അളവ് കൂട്ടാനും മറ്റ് ചിലവയ്ക്ക് കുറയ്ക്കാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ സി റിയാക്റ്റീവ് പ്രോട്ടീൻ്റെ അളവ് കൂട്ടുന്ന ഭക്ഷണങ്ങളാണ് പ്രോ ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്നും കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഏത് തരത്തിലുള്ള വേദനയോ നീർക്കെട്ടോ ഉണ്ടെങ്കിലും ഇത്തരത്തിലൊരു ഭക്ഷണ ക്രമീകരണം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇൻഫ്ലമേഷൻ കൂട്ടുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കി ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ അധികമായി കഴിക്കുകയാണെങ്കിൽ ഈ വേദനയെയും നീർക്കെട്ടിനെയും മറ്റ് ചികിത്സയോടൊപ്പം തന്നെ വളരെ ഫലപ്രദമായി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ആദ്യമായി തന്നെ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷനെ കൂട്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവയെ നമ്മൾ പ്രോ ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്നാണ് പറയുന്നത്. ആദ്യമായി റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവിട് നീക്കിയിട്ടുള്ള അരി, അതുപോലെ തന്നെ ഗോതമ്പ്, ഉദാഹരണത്തിന് മൈദ അല്ലെങ്കിൽ വെള്ള അരി, ഇതെല്ലാം റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സിന് എക്സാമ്പിളാണ്. ഇത്തരം റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് വളരെയധികം ഉയർത്തുകയും ഇത് നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തതായി ഷുഗേഴ്സ്, അതായത് അമിതമായി മധുരമുള്ള സാധനങ്ങൾ. ഇതും നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് വളരെ ഉയർത്തി നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടിനെ കൂട്ടുകയും വേദന കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അടുത്തതായി നമ്മൾ ഒഴിവാക്കേണ്ടത് ഗ്രിൽഡ് അല്ലെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ള മീറ്റ്, അതുപോലെ തന്നെ റെഡ് മീറ്റും ആണ്. ഇങ്ങനെയുള്ള ഹൈ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടിനെ കൂട്ടുന്ന സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞ രാസവസ്തുക്കൾ ശരീരത്തിൽ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇങ്ങനെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് വീണ്ടും കൂടുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ് ട്രാൻസ് ഫാറ്റ് അല്ലെങ്കിൽ ഹൈഡ്രോജനേറ്റഡ് ഓയിൽസ്, അതായത് ഉദാഹരണത്തിന് ഡാൽഡ, വനസ്പതി, ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് തീരെ നല്ലതല്ല. ഇത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ടിഷ്യൂ ഡാമേജ് അല്ലെങ്കിൽ ഇഞ്ചുറികളൊക്കെ ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കൽസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ അധികമാവുകയും നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടുകളൊക്കെ വളരെയധികം കൂടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ വേദനയും നീർക്കെട്ടും ഒക്കെ അനുഭവിക്കുന്ന ആളുകൾ ഒഴിവാക്കേണ്ട മറ്റൊന്നാണ് ആൽക്കഹോൾ. ആൽക്കഹോളിനും നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടിനെ കൂട്ടാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട മറ്റൊന്നാണ് അധികമായി ഫുഡ് കളേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ പ്രിസർവേറ്റീവ്സ്, അതുപോലെ ഫുഡിൻ്റെ സ്വാദ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അജിനോമോട്ടോ പോലെ ഉള്ള പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. മറ്റൊന്നാണ് ഒമേഗ 6 ഫാറ്റി ആസിഡ്. നമ്മളൊക്കെ വളരെ ഹെൽത്തിയാണെന്ന് വിചാരിക്കുന്ന സൺഫ്ലവർ ഓയിലിൽ ഈ ഒമേഗ 6 ഫാറ്റി ആസിഡ് വളരെ അധികമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൺഫ്ലവർ ഓയിലിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗവും നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടിനെ കൂട്ടാൻ വേണ്ടി കാരണമാവും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്ഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും, അതുപോലെ തന്നെ റെഡ് മീറ്റ്, ഗ്രിൽഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ എക്സസീവ് ആയിട്ടുള്ള ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ആൽക്കഹോൾ, ഇത്തരത്തിൽ നമ്മൾ പൊതുവെ അൺഹെൽത്തി ആണെന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഇനി ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ്, ഫൈബേഴ്സ്, അതുപോലെ ഹെൽത്തി ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടിനെ കുറയ്ക്കാൻ സഹായിക്കുന്നവയാണ്. അപ്പോൾ ആദ്യമായി ഹെൽത്തി ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള ഈ നീർക്കെട്ടിനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പെടുന്ന പ്രധാനപ്പെട്ടതാണ് ചെറിയ മത്സ്യങ്ങൾ, അതായത് മത്തി, അയല പോലെയുള്ള വളരെ ചെറിയ മത്സ്യങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത്തരം മത്സ്യങ്ങളിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പദാർത്ഥം അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ ഹെൽത്തി ഫാറ്റിൽ വരുന്നതാണ് അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട്, അതുപോലെ തന്നെ നട്ട്സ്, വാൽനട്ട് അല്ലെങ്കിൽ ബദാം പോലെയുള്ള നട്ട്സ്, ഇതിലെല്ലാം അടങ്ങിയിട്ടുള്ളതും ഹെൽത്തി ഫാറ്റാണ്. ഇത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ വരുന്ന അടുത്തതാണ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ബെറീസ് ആണ് നമ്മളിതിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ടത്. അതായത് നെല്ലിക്ക അല്ലെങ്കിൽ മൾബെറി, ബ്ലൂബെറി തുടങ്ങിയ ബെറീസ് നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്, അതായത് നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച്, മുസമ്പി തുടങ്ങിയിട്ടുള്ള സിട്രസ് ഫ്രൂട്ടുകളും നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു. പച്ചക്കറികൾ, പ്രത്യേകിച്ച് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നമ്മുടെ ശരീരത്തിലുള്ള ഈ നീർക്കെട്ടിന് കാരണമാവുന്ന രാസവസ്തുക്കളെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ബ്രോക്കോളി അല്ലെങ്കിൽ ചീര, ഇതെല്ലാം നമ്മുടെ
ഭക്ഷണത്തിൽ നമുക്ക് കൂടുതലായി ഉൾപ്പെടുത്താം. തവിട് നീക്കിയ ഭക്ഷണങ്ങൾക്ക് പകരം ഹോൾ ഗ്രെയിൻസ് നമുക്ക് കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഉദാഹരണത്തിന് തവിടോട് കൂടിയിട്ടുള്ള ചുവന്ന അരി, അതുപോലെ ഗോതമ്പ്, അതുപോലെ അതിന് ചുറ്റുമുള്ള തവിടടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കാൻ ശ്രമിക്കാം. ഈ തവിടിലെ ഫൈബർ കണ്ടന്റ് വളരെ അധികം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത്, അതായത് നമ്മുടെ ആമാശയത്തിൻ്റെ ഹെൽത്ത് കൂടുതലായി മെച്ചപ്പെട്ടതാക്കുകയും അതുപോലെ നമ്മുടെ നീർക്കെട്ട് കൂട്ടുന്ന സി റിയാക്റ്റീവ് പ്രോട്ടീൻ അളവ് കുറയ്ക്കാനും ഈ ഫൈബർ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന മഞ്ഞൾ, ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, കറുകപ്പട്ട ഇവയ്ക്കെല്ലാം നീർക്കെട്ടിനെ കുറയ്ക്കുന്ന എഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ കുരുമുളക്, ഇവയിലെല്ലാം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ആൻറ്റി ഓക്സിഡൻസ് വളരെയധികം അടങ്ങിയതുകൊണ്ട് തന്നെ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഷുഗർ കണ്ടന്റ് കൂടിയ കോള പോലെയുള്ള പാനീയങ്ങൾക്ക് പകരം നമുക്ക് ഗ്രീൻ ടീ കൂടുതലായി ഉപയോഗിക്കാം. ഗ്രീൻ ടീ, അതുപോലെ ലൈം ജ്യൂസ്, കുക്കുംബർ ജ്യൂസ് ഇവയിലെല്ലാം നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്ന തരത്തിലുള്ള ധാരാളം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊന്നാണ് തൈര്, അതുപോലെ യോഗേർട്ട് തുടങ്ങിയവയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേദന അല്ലെങ്കിൽ ഏത് നീർക്കെട്ടോ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ളൊരു ഭക്ഷണ ക്രമീകരണം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വേദനയെ നമുക്ക് വളരെ ഫലപ്രദമായി നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്.